അപ്പം ഡേ 2 ഓഫ് മറ്റേ ചൂസിങ് ബിരിയാണി. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു ആളെ കണ്ടുപിടിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു വെറൈറ്റി ഒരാളെയാണ് നമ്മൾ ഇന്ന് പിടിച്ചിരിക്കുന്നത്. ഐ തിങ്ക് ദിസ് ഈസ് ഗോണ ബി എ ബിഗ് ആൾ. ഓക്കെ, നമുക്ക് നോക്കാം. എന്താണ് ഞാൻ അഭിപ്രായം പറ, ഇതിനെക്കുറിച്ച് എന്തോ പറയാം. വീഡിയോ ഫുള്ള് കണ്ടു, കിടിലുള്ള ഒരാളാണ് നമ്മൾ. എന്തോ നിനക്കെന്തോ പറയാനുള്ള വീഡിയോ കാണും. ഞങ്ങൾ സൈക്കിളാണ് ഹായ് സാറേ, ഫുഡ് കഴിച്ചായിരുന്നു? പ്രിയാണ് ഞങ്ങളോട് ഒന്ന് ഫുഡ് കഴിക്കാൻ വരാൻ പറ്റുമല്ലോ? എവിടെയാണ് പോകുന്നത്? നമ്മളിന്ന് സാലിക്കടയിലാണ്. അവിടുത്തെ ഫുഡെല്ലാം നല്ലതാണ്. സാർ കഴിച്ചു നോക്കിയിട്ട് പറയാം. പോവാം. ശരിയാ, ഓക്കെ. ആർമിയിലായിരുന്നു. ആർമിയിലെന്തോ ഓസ്ട്രേലിയ 1.5 കോടി രൂപയുടെ സ്കോളർഷിപ്പ് എല്ലാം പേപ്പറിൽ ന്യൂസിൽ വന്നേ. രണ്ടാമത്തെ ആള് പ്ലസ് ടു കഴിഞ്ഞിട്ട് അവിടെ NITക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. 1-2 ദിവസത്തിനുള്ളിൽ. മൂന്നാമത്തെ ആള് 9ാം ക്ലാസ്. വന്ന സമയത്ത് ഇവിടെ ഹോം ഗാർഡുകളുടെ ഇതുണ്ടായിരുന്നു, റിക്രൂട്ട്മെന്റ്. അത് കയറിയതാണ്. സാറപ്പം പട്ടാളത്തിൽ നിന്ന് റിട്ടയർഡ് ആയിട്ട് എത്ര ആളായി? ഞാനിപ്പം 2010 റിട്ടയർഡായി. 2009. 2010 മുതൽ ഞാൻ ഇതിലുണ്ട്. പിന്നെ അങ്ങനെ പോകുന്നു, ഇങ്ങനെ സന്തോഷമായിട്ട് പോകുന്നു. അല്ലെന്ത് പ്രൊഡക്ഷൻ അനുഗ്രഹം നല്ല വിധത്തിൽ പോകുന്നു. സാറ് കൈ കാണിക്കാതെ ഒരു വണ്ടിയും പോകത്തില്ലല്ലേ? അങ്ങനെയൊന്നുമില്ല. എല്ലാവരും നമ്മുടെ സിഗ്നൽ ശ്രദ്ധിക്കണമെന്നില്ല. ചിലർ വണ്ടി ഓടിക്കുമ്പോൾ ഫോൺ ഉപയോഗിച്ചിട്ട് വരും. അന്നേരം ചിലപ്പോൾ അവർ ഓട്ടോമാറ്റിക് അത് ക്രോസായി പോകും. പിന്നെ നമുക്ക് എത്തുമ്പോഴാണ് അവർ ഇങ്ങനെ ഏറ്റവും ഇതായിട്ട് തോന്നുന്നത് ഏതായിരുന്നു? ഇപ്പം ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന കാര്യം ഏതാ സാറിന്? ഇപ്പം ട്രാഫിക് ആൾക്കാരുടെ ഒന്ന്, ഈ ഓട്ടോക്കാർ അവർ ഒരു നിയമം പാലിക്കാറില്ല. അവർ റൈറ്റിലേക്ക് തിരിയണമെങ്കിൽ ലെഫ്റ്റിലേക്ക് പോകാം, പക്ഷേ റൈറ്റിലേക്ക് സിഗ്നൽ കിട്ടാൻ പോകാൻ പാടില്ല. പക്ഷെ അവരുടെ ഇതിൽ റൈറ്റിലേക്കും തിരിയാന്നുള്ള ഇതിൽ അവർ കൊണ്ടുവരും. മൊത്തം ബ്ലോക്കാണ്. അങ്ങനെ ഒരു ബ്ലോക്ക് ഉണ്ടാകാറുണ്ട്. പിന്നെ എന്നാലും അവർ ജീവിക്കാൻ വേണ്ടി ഓടുന്നു. അതുകൊണ്ട് നമ്മളാരും ബുദ്ധിമുട്ടിക്കാറൊന്നുമില്ല. പക്ഷെ അവർ കൂടെ ഒന്ന് നിയമം പാലിച്ചു കഴിഞ്ഞാൽ നല്ലപോലെ. പിന്നെ പ്രതീക്ഷിക്കാൻ അവർ പെട്ടെന്ന് തിരിച്ചെല്ലാം കളയും. അത് അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ടാകും. ഹെൽമെറ്റിൻ്റെ ഫോട്ടോ എത്ര എടുത്താലും ചിലവർ അത് വെക്കാറില്ല, പഠിക്കത്തില്ല അവന്മാർ. പക്ഷെ അവർക്ക് അറിയത്തില്ല ഹെൽമെറ്റ് അവർക്ക് വേണ്ടിയാണ്. ഹെൽമെറ്റ് വെക്കുന്ന വെച്ചില്ല മെയിൻ ആൾക്കാരാണെന്ന്. ഇവർ ഓർക്കുന്നത് എന്തുവാ, ഹെൽമെറ്റ് പോലീസുകാർക്ക് വേണ്ടി വെക്കുന്നത്. പക്ഷേ ഇത് വെക്കുന്ന ഇവരുടെ മെയിൻ CPU പ്രൊട്ടക്ഷന് വേണ്ടിയാണ്. അതവർ മനസ്സിലാക്കി. തലയടിച്ച് വീട് കഴിഞ്ഞാൽ അവരുടെ ജീവിതം പോയി. ഹെൽമെറ്റ് വെക്കാതെ എല്ലാവരും ശ്രദ്ധിക്കുക. എന്താ പറയാനുള്ളത്? ട്രിപ്പിൾസ് അടിക്കുമ്പോൾ 3 പേരും ഹെൽമെറ്റ് വെക്കണം. ഹെൽമെറ്റ് വെച്ചാൽ അങ്ങനെ ഓടിക്കുന്നതിന് സാറിനെ പറ്റിയുള്ള അഭിപ്രായം എന്താ? ട്രിപ്പിൾസ് വെക്കുന്നത് ശിക്ഷാറോ അല്ലേ? ട്രിപ്പിൾസ് 2 വീലറൊന്നും തന്നെ 2 വീലറാണ് അല്ലേ? അത് 2 പേര് ഇരിക്കാം. 3 പേര് ഇരിക്കുമ്പം അവൻ്റെ ബാലൻസ് കിട്ടത്തില്ല. പെട്ടെന്ന് 3 പേരും കൂടി അടുപ്പിച്ചടിപ്പിച്ചിരിക്കുമ്പോൾ എവിടെയെങ്കിലും ഹാൻഡിൽ ബാലൻസ് ഇതായി കഴിഞ്ഞാൽ വീഴും. 3 പേർക്ക് അപകടം ഉണ്ടാകും.
2 പേര് പോവാം, പക്ഷേ ഹെൽമെറ്റ് തന്നെ വെച്ച് പോകാം. അന്നേരം അത് അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഹെൽമെറ്റ് വെപ്പിക്കുന്നത്. അല്ലാതെ പോലീസുകാർ പിടിച്ചാൽ എന്തോ ഫൈൻ 250 500 2 പേരാണ്. പക്ഷേ അവൻ്റെ ജീവിതകാലം മൊത്തം അവൻ കിടപ്പിലായി പോയല്ല, വീട്ടുകാർക്കും ബാധ്യതയായി, നാട്ടുകാർക്കും അല്ലേ, അവന് മാത്രം പോയി. അത് അവൻ്റെ ലൈഫ് കൊടുത്തു. അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വേണം